കൊമ്പ് ഷിബു. ഈ ഒരു പേര് കേട്ടാൽ പലർക്കും അറിയാം. ഒരു വെടിവയ്പ്പിനും 6 പേരുടെ ജീവൻ നഷ്ടമാകുന്നതിനും കാരണമായ ആളുടെ പേരാണ് കൊമ്പ് ഷിബു. ഭീമാപള്ളി വെടിവയ്പ്പ് VS സർക്കാരിൻ്റെ സമയം 2009 മെയ് 17-നാണ് ഭീമാപള്ളിയിൽ വെടിവയ്പ്പുണ്ടാകുന്നത്. 2 സമുദായങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ ഒടുവിൽ വെടിവയ്പ്പിൽ കലാശിച്ചു എന്നാണ് പറയുന്നതെങ്കിലും പ്രാദേശികമായുണ്ടായ ചില തർക്കങ്ങൾ അതാണ് നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലുള്ളൊരു വിഷയമായി മാറിയതായി പിന്നീട് പോലീസ് പറഞ്ഞു വയ്ക്കുന്നത്. സംഭവം ഇങ്ങനെയാണ്. കൊമ്പ് ഷിബു ഭീമാപള്ളിയിലെ ഒരു കടയിലേക്ക് വരുന്നു. അവിടെ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം അവിടുത്തെ പണം കൊടുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമുണ്ടാകുന്നു. ഈ കൊമ്പ് ഷിബു ആ പ്രദേശത്ത് ചട്ടപ്പിതരം കാണിച്ച് നടക്കുന്ന ഒരാളാണ്. തർക്കമുണ്ടാകുന്ന സ്ഥലത്തൊക്കെ തനിക്ക് എയ്ഡ്സ് ഉണ്ടെന്ന് പറയുകയും അവിടെ ഈ ശരീരത്തിലെ രക്തം അവിടെ ഉള്ള ആളുകളുടെ ശരീരത്തിലേക്ക് കുടയാൻ ശ്രമിക്കുകയും ചെയ്യും. ആ തരത്തിലൊക്കെയായിരുന്നു ഷിബുവിൻ്റെ പ്രവർത്തനം രീതി എന്നൊക്കെ ആ സമയത്ത് ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഏതായിരുന്നാലും ഈ 2009 മാർച്ച് 16-ന് ഇങ്ങനെ ഭീമാപള്ളിയിൽ ഒരു സംഭവം നടക്കുന്നു. ആ സംഭവം നടക്കുന്ന സമയം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. ഭീമാപള്ളിയിലുള്ളവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട അവിടുത്തെ ഭീമാപള്ളി ഉറൂസ് നടക്കുന്ന ഒരു സമയമാണ്. അവരെല്ലാം തന്നെ ആ ഒരു ഉത്സവത്തിൻ്റെ ഒരു സന്തോഷത്തിലും അതിൻ്റെ ഒരു പ്രാർത്ഥനയിലുമൊക്കെ കഴിയുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ചെറിയ തർക്കമുണ്ടാകുന്നത്. ഈ തർക്കം കഴിയുന്നു. ഷിബുവിനെ ഈ പൈസയുടെ പേരിൽ തർക്കമുണ്ടായതിനെ തുടർന്ന് ആ ഹോട്ടലിലുള്ള ചില ജീവനക്കാർ ആ സമയത്ത് തന്നെ ചെറിയ കയ്യേറ്റം ചെയ്യുകയും ചെറിയ രീതിയിൽ അദ്ദേഹത്തെ തല്ലുകയും മർദ്ദിക്കുകയൊക്കെ ചെയ്യുന്നു. അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത് ഒരു പ്രാദേശിക സംഭവമായി തീരേണ്ട ഒരു കാര്യമായിരുന്നു. അല്ലെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കുകയും ഒരു പെറ്റി കേസായി അവസാനിക്കേണ്ടിയിരുന്ന ഒരു കാര്യമായിരുന്നു. അവിടെ നിന്ന് ഈ സംഭവം പിന്നീട് വളരുകയാണ്. ഷിബു രാത്രി കൂട്ടാളികളുമായി വരുന്നു. ഏതാണ്ട് 20ഓളം പേരുമായി വന്ന് അവിടെ എത്തി അബൂബക്കർ എന്ന പേരിലുള്ള ഒരാളിൻ്റെ വള്ളം കത്തിക്കുകയാണ്. ഈ വള്ളം കത്തിക്കുന്നു. 16-ന് രാത്രി തന്നെ സ്വാഭാവികമാണ്. ഒരു വശത്ത് ഇങ്ങനെ ഒരു സംഘർഷം അല്ലെങ്കിൽ ഒരു അക്രമം ഉണ്ടാകുമ്പോൾ അവിടെയുള്ള മനുഷ്യർ അവരുടെ വൈകാരികമായ ഇടപെടലുണ്ടാകും. തിരികെ ആക്രമിക്കുന്നു. 2 വീടുകളും കടകളും ചെറിയ തുറയിൽ ഇങ്ങനെ അക്രമത്തിന് ഇരയാകുന്നു. ഈ രാത്രി കൊണ്ട് ഈ വിഷയം തീരേണ്ടതാണ്. അവിടെ ഒരു സംഘർഷത്തിൻ്റെ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാകുമ്പോൾ തന്നെ അന്നത്തെ കളക്ടറായിരുന്ന സഞ്ജയ് കൗളും അന്നത്തെ MLA ആയിരുന്ന V സുരേന്ദ്രൻപിള്ളയും ഒക്കെ രാത്രി തന്നെ സ്ഥലത്തെത്തി ഇവരുമായി ചർച്ച നടത്തുന്നു. മാത്രമല്ല ഈ പ്രശ്നക്കാരെ അറസ്റ്റ് ചെയ്യാമെന്നൊരു ഉറപ്പ് കൊടുക്കുന്നു. ആ വാഗ്ദാനം പാലിക്കപ്പെടാത്തത് മുതലാണ് ഈ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നൊരു നിലയിലേക്ക് എത്തുന്നത്. അന്ന് രാത്രി തന്നെ ഇതിൽ ഉൾപ്പെട്ട ആളുകളെ പിടികൂടുമെന്ന ഉറപ്പ് ലംഘിക്കപ്പെടുകയാണ്. പിറ്റേന്ന് രാവിലെ ആകുന്നു. ഈ സംഘർഷത്തിൻ്റെ സാധ്യത അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ഭീമാപള്ളിയിൽ നിന്നുള്ള ഒരു വാഹനം ചെറിയതുറ ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ തടയപ്പെട്ടു. അതിനും പല വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അവിടെ തടഞ്ഞു എന്ന തരത്തിലുള്ളൊരു വ്യാഖ്യാനം. മറ്റൊന്ന്, അവിടേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമുണ്ടാകും എന്ന നിലയിൽ തടഞ്ഞു എന്നതാണ്. ഈ തടഞ്ഞതിൽ തന്നെ ഷിബുവും സംഘവുമാണ് തടഞ്ഞത് എന്ന ഒരു ആരോപണമുണ്ട്. അതല്ല, ഷിബു അല്ലാതെ മറ്റു ചിലരാണ് തടഞ്ഞതെന്ന് പറയുന്നു. ഷിബു പിന്നീട് ഈ ജുഡീഷ്യൽ കമ്മീഷന് മൊഴി കൊടുക്കുമ്പോൾ താനല്ല ആ വാഹനം തടഞ്ഞത്, തലേദിവസത്തെ തർക്കം കഴിഞ്ഞ് താൻ വീട്ടിലേക്ക് പോയെന്നും പിന്നീട് ഈ വെടിവയ്പ്പൊക്കെ ഉണ്ടായ ശേഷമാണ് താൻ കാര്യങ്ങൾ അറിയുന്നതെന്നുമാണ് ഷിബു കമ്മീഷന് മൊഴിയായി നൽകിയിട്ടുള്ളത്. പക്ഷേ ഈ വാഹനം തടഞ്ഞതോടുകൂടി വീണ്ടും പ്രകോപനമുണ്ടാകുന്നു. മനുഷ്യരെ നമുക്ക് വിവേകം മാത്രമല്ല വികാരം കൂടി ചേർന്ന ഒരു ജീവി വർഗമാണല്ലോ മനുഷ്യൻ. സ്വാഭാവികമായും ഇങ്ങോട്ടൊരു പ്രകോപനമുണ്ടാകുമ്പോൾ അങ്ങോട്ടും ഒരു പ്രകോപനമുണ്ടാകുന്നു. ഈ ആളുകൾ 2 വശത്തായി സംഘടിക്കുന്നു. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ചെറിയൊരു പ്രശ്നം അവിടെ പറഞ്ഞു തീർക്കാവുന്ന ചില അറസ്റ്റുകളിൽ തീരാവുന്ന പ്രശ്നമാണ് മറ്റൊരു സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് മാറുകയാണ്. 2 ഭാഗത്തു നിന്നും ആളുകൾ സംഘടിക്കുകയും കല്ലേറുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് 2 വശത്തേക്കും ആക്രമണം നടന്നു എന്നതാണ്. മാധ്യമപ്രവർത്തകർക്ക് പോലും പോകാൻ കഴിയാത്ത തരത്തിലായിരുന്നു അന്നത്തെ ഒരു സാഹചര്യം. താരതമ്യേന ജൂനിയറായിരുന്നു ഞാൻ അന്ന് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന്. സിബി എന്നൊരു റിപ്പോർട്ടറാണ് അവിടേക്ക് പോയത്. ഈ സ്ഥലത്തേക്ക് അന്ന് ഞാൻ പോയിട്ടില്ല. സിബിയാണ് ആ സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. മറ്റ് പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ മാധ്യമപ്രവർത്തകർ അവിടേക്ക് പോയിരുന്നു. പക്ഷേ അവർക്കൊന്നും ഈ സ്ഥലത്തേക്ക് കൂടുതൽ പ്രവേശിക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. പിന്നീട് ഉണ്ടാകുന്നത് പോലീസ് ഏകപക്ഷീയമായി ഭീമാപള്ളിയിലുള്ള ആളുകൾക്ക് നേരെ വെടിവെച്ചു എന്ന ആരോപണമാണ്. മാലിക് സിനിമ ഇറങ്ങിയ സമയത്ത് തന്നെ മറ്റ് ചില കോണുകളിൽ നിന്ന് ആ സിനിമയ്ക്കെതിരെയുള്ള വിമർശനങ്ങൾ വന്നു. വസ്തുതാപരമല്ല എന്ന വിമർശനം വന്നു. ഭീമാപള്ളി സ്വദേശികളുടെ ഭാഗത്തു നിന്നും അതിലെ വസ്തുതകൾ പരിപൂർണമായി അതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്ന ഒരു വിമർശനം ഉയർന്നു വന്നു. ആ വെടിവയ്പ്പിൽ 6 പേർക്കാണ് ജീവൻ നഷ്ടമാകുന്നത്. അതിൽ ഏറ്റവും ദുഃഖകരമായ സംഭവം 16 വയസ്സുള്ള ഫിറോസ് എന്ന ബാലനെ കടപ്പുറത്ത് കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വെടിവെച്ച് കൊന്നു എന്നത് മാത്രമല്ല, ആ ഒരു ആരോപണം മാത്രമല്ല, ആ കുഞ്ഞിനെ
പോലീസ് കടപ്പുറത്തുകൂടി വലിച്ചു കൊണ്ടുപോകുന്ന ആ ബോഡി മണലിലൂടെ വലിച്ച് ഇഴച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ആ സമയത്ത് പുറത്തു വന്നതാണ്. അതൊക്കെ തന്നെ സ്വാഭാവികമായും വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ആ ദൃശ്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴും ഇപ്പോഴും അത് മനസ്സിലൊരു വേദനയായി അവശേഷിക്കുന്നുണ്ട്. കാരണം ഒരു ആ കുട്ടിയുടെ മാതാപിതാക്കൾ ബന്ധുക്കളെല്ലാം തന്നെ ആ സമയത്ത് പറഞ്ഞത് ആ കുഞ്ഞ് അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഫുട്ബോൾ കളിക്കാൻ കൂട്ടുകാരോടൊപ്പം കടപ്പുറത്തേക്ക് പോയതാണ്. ഈ കലാപവുമായി ബന്ധപ്പെട്ട് ഈ ആളുകൾ തമ്മിലുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ട് യാതൊരു പങ്കുമില്ല. പക്ഷേ പോലീസ് വെടിവയ്പ്പിൽ ഈ കുഞ്ഞ് മരിക്കുന്നു. ആ കുഞ്ഞിൻ്റെ ബോഡി കൊണ്ടുപോയ കാഴ്ച അത് വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. വെടിവയ്പ്പിലേക്ക് വന്നാൽ 5 പേർക്ക് വെടിയേറ്റ് മരിച്ചുവെന്നാണ് പിന്നീട് കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത്. ഒരാൾ മരിച്ചതാകട്ടെ തലയ്ക്ക് അടിയേറ്റുമാണ്. അതിങ്ങനെ പോലീസ് തോക്കുകൊണ്ടൊക്കെ അടിച്ചു എന്ന് അന്നത്തെ ദൃക്സാക്ഷികൾ വിവരിച്ചിരുന്നു. ആ തരത്തിലുള്ള പോലീസ് നടപടിയിലേക്ക് കാര്യങ്ങൾ നീണ്ടുപോയിരുന്നു. പക്ഷേ ഈ വെടിവയ്പ്പ് ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന നിരവധി പേർ ഇപ്പോഴുണ്ട്. അതായത് പല രാഷ്ട്രീയ നേതാക്കൾക്കും ഇങ്ങനെ ഒരു സംഘർഷം അനിവാര്യമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ പലവിധ ചർച്ചകൾ അതിൻ്റെ ഒരു പരിസമാപ്തി സമാധാനത്തിലേക്ക് കൊണ്ടുപോകുന്നതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായി ഒരു അക്രമവും നടത്താത്ത ജനതയ്ക്ക് നേരെ വെടിവെച്ചു എന്നൊരു ആരോപണമാണ് ഉള്ളത്. പക്ഷേ പോലീസിൻ്റെ വ്യാഖ്യാനവും പിന്നീട് കമ്മീഷൻ റിപ്പോർട്ടിലും വ്യക്തമാക്കുന്നത് ഇത് കൈവിട്ടു പോകുമായിരുന്നു, അവിടെ ഒരു വെടിവെപ്പ് ഉണ്ടായിരുന്നില്ലെങ്കിൽ പ്രശ്നങ്ങൾ സങ്കീർണമാകുമായിരുന്നു എന്ന തരത്തിലാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല പോലീസുകാർക്കെതിരെ നടപടിയെടുത്തതിനെയും റിപ്പോർട്ടിൽ വിമർശിക്കുന്നുണ്ട്. ജുഡീഷ്യൽ കമ്മീഷൻ പറയുന്നത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ വേഗം പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകരുത് എന്നൊരു കാര്യമാണ് ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായി പറഞ്ഞു വയ്ക്കുന്നത്. ഏതായിരുന്നാലും ഇപ്പോഴും അവിടെ ജീവച്ഛവങ്ങളായി ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അന്ന് 53ഓളം പേർക്ക് നേരെയാണ് ഈ വെടിവയ്പ്പുണ്ടായത്. ഇതിൽ 27 പേർക്കും വെടിയേറ്റിരുന്നു. മറ്റുള്ളവർക്ക് മറ്റു തരത്തിലുള്ള പരിക്കുകളാണ് സംഭവിച്ചത്. പക്ഷേ അവിടെ ജലാറ്റിൻ സ്റ്റിക്ക് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ വന്നതിനെ കുറിച്ചും പിന്നീട് വലിയ വാർത്തകളും ചർച്ചകളും ഉണ്ടായി. CBI അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന നിലയുണ്ടായി. ആരാണ് അവിടെ ഈ സ്ഫോടക വസ്തു, അത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നടന്ന സ്ഫോടനങ്ങൾ അവിടെ ഉപയോഗിച്ചതിന് സമാനമായ വസ്തുവാണ് ഈ ഭാഗത്തും കണ്ടെത്തിയത്, അക്രമം നടന്ന ഭാഗങ്ങളിലും കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ 2 വശത്തു നിന്നുള്ള ആരോപണമുണ്ടായി. ഇതാരാണ് കൊണ്ടുവച്ചത്? പോലീസിന് നേരെയും ആരോപണമുണ്ടായി. കാരണം അവിടെ ഒരു ഭീകരപ്രവർത്തനം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഈ കള്ളക്കടത്തും അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നൊരു അധോലോക കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി പോലീസ് തന്നെയാണ് അത് കൊണ്ടുവച്ചത്. പിന്നീട് അതിന്മേൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകാതെ പോയതും ഇത്തരം ഒരു നീക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതുകൊണ്ടെന്ന് വിശ്വസിക്കുന്ന നിരവധി പേർ ഇപ്പോഴുമുണ്ട്. ഏതായിരുന്നാലും ഒരു നാട്ടിലുണ്ടായ ഒരു ചെറിയ സംഭവം, അത് പറഞ്ഞു തീർക്കാവുന്ന ഒരു സംഭവം, അതിൽ കളക്ടറും ജനപ്രതിനിധിയും ഒക്കെ ഇടപെട്ട സംഭവം, അത് അവിടെ അവസാനിക്കാതെ 6 പേരുടെ ജീവൻ പൊലിയുന്ന വെടിവയ്പ്പിലാണ് ഒടുവിൽ കലാശിച്ചത്.